സീസണിലെ ആദ്യ കളി എം.ഐ തോറ്റു. അതിനിപ്പോൾ എന്താണ്? സ്ഥിരം പരിപാടിയല്ലേ. ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ. അത് വെറുതെ പറയുന്നതല്ല. അതാണ് സമീപകാലത്തെ അനുഭവം. ഇന്നലെ CSKക്കെതിരെ 4 വിക്കറ്റിന് അവർ പരാജയപ്പെട്ടു. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത എം.ഐക്ക് 155 റൺസ് എടുക്കാൻ പറ്റിയുള്ളൂ. അതിനവർ ശരിക്കും നന്ദി പറയേണ്ടത് അവസാന ഘട്ടത്തിൽ ദീപക് ചാഹർ നടത്തിയ ആ വെടിക്കെട്ട് പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ വളരെ ചെറിയ സ്കോറായി പോയേനെ. 15 പന്തിൽ നിന്ന് 28 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു. ടീമിൻ്റെ ടോപ്പ് സ്കോറർ തിലക് വർമ്മയാണ് 31 റൺസ്, സൂര്യ 29 റൺസും അടിച്ചു. അതേസമയം അഫ്ഗാനി ബൗളർ നൂർ അഹമ്മദ് കിടിലൻ പ്രകടനമാണ് CSKക്ക് വേണ്ടി നടത്തിയത്. 4 ഓവറുകളിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ അനായാസം CSK വിജയിക്കുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് നമ്മുടെ വിഘ്നേഷ് പുത്തൂർ വന്ന് 3 വിക്കറ്റ് എടുത്ത് അവരെ ഒന്ന് ബുദ്ധിമുട്ടിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും അവരെ തടയാൻ എം.ഐക്ക് ആവുമായിരുന്നില്ല. ഋതുവിൻ്റെ കിടിലൻ ബാറ്റിംഗ്, 26 പന്തുകളിൽ നിന്ന് 6 4 3 6 അടക്കം അദ്ദേഹം 53 റൺസ് അങ്ങ് അടിച്ചു. പിന്നെ കളി ജയിക്കുമെന്ന് ഉറപ്പാക്കി ഇന്നിങ്സുമായി രജിൻ രവീന്ദ്രയും 45 പന്തിൽ നിന്ന് 65 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു. ഒടുവിൽ 5 പന്തുകൾ ശേഷിക്കെ 4 വിക്കറ്റിന് വിജയിച്ച് കയറി CSK. മുംബൈ തോറ്റു. ഇപ്പോൾ ശരിയാണ്, ഹെഡ് ടു ഹെഡൊക്കെ നോക്കുമ്പോൾ CSKയേക്കാൾ വിജയം മുംബൈ ഇന്ത്യൻസിനൊക്കെ തന്നെയാണ്. പക്ഷേ ഓർക്കുക, കഴിഞ്ഞ 5 മത്സരങ്ങൾ CSKയുമായി കളിച്ചിട്ടുള്ള 5 മത്സരങ്ങൾ തുടർച്ചയായി എം.ഐ പൊട്ടിയിരിക്കുകയാണ്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ, അത് വെറും വാക്കല്ല. 2012 ശേഷമുള്ള എല്ലാ IPL മത്സരങ്ങളിലും അവരുടെ ആദ്യ മത്സരങ്ങൾ അവർ തോറ്റിട്ടുണ്ട്. ആദ്യ മത്സരം തോറ്റിട്ടുണ്ട്. 13-ലും 14-ലും 15-ലും 16-ലും 17-ലും 18-ലും 19-ലും 20-ലും 21-ലും 22-ലും 23-ലും 2024 2025 തോറ്റേ തുടങ്ങാറുള്ളൂ. ഏതായാലും ആ തോൽവി തുടക്കത്തിൽ നിന്ന് അവർ വിജയത്തിലേക്ക് വഴിമാറുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിപ്പാണ്. CSK ആവട്ടെ കിടിലൻ തുടക്കം കുറിച്ചിരിക്കുന്നു. തലയിട പിള്ളേർ ഈ സീസണിലും കത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കുന്നു.